12 ദിവസം നീണ്ടുനിന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധം അവസാനിച്ചു. വിജയകരമായി അവസാന മിസൈലും ഇസ്രായേലിലേക്ക് തൊടുത്തുകൊണ്ടാണ് ഇറാൻ യുദ്ധം അവസാനിപ്പിച്ചത്. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമൈനി ലോകത്തിനു മുമ്പിൽ നെഞ്ചുപിരിച്ച് നിൽക്കുന്നു. ഇറാനിൽ ഖൊമൈനിക്ക് അഭിവാദ്യമർപ്പിച്ച് പ്രകടനം നടക്കുന്നു. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സ്ഥിതി വലിയ ദയനീയമാണ്. ഇസ്രായേലിൻ്റെ നടുപൊടിഞ്ഞുപോയി ഇറാൻ ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ തുറമുഖ നഗരമായ ഹൈഫ പൂർണ്ണമായും തകർന്നു. ടെല്ലവീവിൽ ഉടനീളം നാശനഷ്ടം. ആകെ മൊത്തം അലങ്കോലമായി ഇസ്രായേലിൻ്റെ സാമ്പത്തിക സ്ഥിതിയും ഈ യുദ്ധം തകരാറിലാക്കി മാറ്റി. ഇസ്രായേലിലെ സാമ്പത്തിക ഘടന തകിടം മറിഞ്ഞിരിക്കുന്നു. മറ്റൊന്ന്, നെതന്യാഹുവിന് നേരെ ജനരോഷം ഉയരുന്നു. ഒരു കലാപം തന്നെ ഇസ്രായേലിൽ പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു പരാജിതനായി ഇസ്രായേൽ ജനതയുടെ മുമ്പിൽ നിൽക്കുന്നു. ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ച നെതന്യാഹുവിന് ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇന്നലെയും ഹമാസ് പോരാളികൾ ഇസ്രായേലിനെ ആക്രമിച്ചു. ഇറാൻ്റെ അടിയേറ്റ് ഒരു പരുവമായ ഇസ്രായേലിന് ഹമാസിൻ്റെ ഭാഗത്തു നിന്നും അടി. ഇതൊക്കെയാണ് നെതന്യാഹു ഇപ്പോൾ അനുഭവിക്കുന്നത്. ഒരു യുദ്ധവും ജയിക്കാത്ത അവസ്ഥ. ഇത്രയും വർഷം ഗസയിൽ നെതന്യാഹു എന്തു ചെയ്തു എന്ന ചോദ്യം ജനം ചോദിച്ച് തുടങ്ങിയിരിക്കുന്നു. നെതന്യാഹുവിനെതിരെ ഒരുപാട് അഴിമതി ആരോപണങ്ങളുണ്ട്. ഈ അഴിമതി ആരോപണങ്ങൾ മറച്ചുവെക്കാനാണ് നെതന്യാഹു യുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ചതെന്ന് അദ്ദേഹത്തിൻ്റെ എതിരാളികൾ ആരോപിക്കുന്നു. ഇസ്രായേലിലെ വളരെ ചെറിയ വലതുപക്ഷ ശക്തികൾ മാത്രമാണ് ഇപ്പോൾ നെതന്യാഹുവിനെ പിന്തുണയ്ക്കുന്നത്. ഇതാണ് നെതന്യാഹുവിൻ്റെ അവസ്ഥ. ഈ വലതുപക്ഷ ശക്തികളും ഇനി നെതന്യാഹുവിനെ പിന്തുണയ്ക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇറാനോടുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടിരിക്കുന്നു. ലോകത്താദ്യമായി ഇസ്രായേൽ പരാജയത്തിൻ്റെ രുചി തിരിച്ചറിഞ്ഞിരിക്കുന്നു. അമേരിക്ക സഹായത്തിനിറങ്ങിയിട്ടും ഇസ്രായേലിന് ഇറാനോട് പിടിച്ചു നിൽക്കാൻ ആയില്ല. ട്രംപ് ബുദ്ധിപൂർവമായ ഒരു തീരുമാനമാണ് എടുത്തത്. ട്രംപിനറിയാമായിരുന്നു അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് നിന്നാലും യുദ്ധം നീണ്ടുപോകുമെന്ന്. യുദ്ധം ഇപ്പോഴൊന്നും തീരില്ലെന്ന്. അതുകൊണ്ടാണ് ബുദ്ധിപൂർവമായി വെടിനിർത്തൽ ഉണ്ടാക്കി ട്രംപ് മുഖം മിനുക്കി രക്ഷപ്പെട്ട് കളഞ്ഞത്. പക്ഷേ നെതന്യാഹുവിൻ്റെ അവസ്ഥ അതല്ല. ഹിസ്ബുള്ളയെ തുലയ്ക്കുമെന്ന് പറഞ്ഞു, തുലച്ചില്ല. ഹമാസിനെ തുലയ്ക്കുമെന്ന് പറഞ്ഞു, തുലച്ചില്ല. പിന്നെ ഇറാനോട് യുദ്ധം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ച് നാണം കെടുകയും ചെയ്തു. നിരവധി ഇസ്രായേലികൾ പരിക്കേറ്റ് ആശുപത്രിയിലാണ്. നിരവധി ഇസ്രായേലികൾക്ക്, ഏകദേശം 8,000-ഓളം ഇസ്രായേലികൾക്ക് ഭവനം നഷ്ടപ്പെട്ടു. ഒരുപാട് കെട്ടിടങ്ങൾ തകർന്നു വീണു. ആശുപത്രികൾക്ക് കേടുപാടുണ്ടായി. എന്തിന്, മൊസാദിൻ്റെ ആസ്ഥാനം പോലും ആക്രമിക്കപ്പെട്ടു. നെതന്യാഹുവിൻ്റെ സ്വകാര്യ വസതി ആക്രമിക്കപ്പെട്ടു. ചുരുക്കത്തിൽ ഇറാൻ കയറി നിരങ്ങുകയായിരുന്നു ഇസ്രായേലിൽ. കയറി അങ്ങ് ചൊറിഞ്ഞപ്പോൾ ഇസ്രായേൽ പ്രതീക്ഷിച്ചില്ല മാന്ത് കിട്ടുമെന്ന്. എന്തായാലും നെതന്യാഹുവിൻ്റെ സ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നതാണ് ഏറെ കഷ്ടം. യുദ്ധം നെതന്യാഹുവിന് പലതും ഒളിച്ചു വയ്ക്കാനുള്ള മറയാണ്. അദ്ദേഹത്തിനെതിരെ വൻ അഴിമതി ആരോപണങ്ങളാണ് ഇസ്രായേലിലെ പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നത്. ഈ അഴിമതി ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇസ്രായേലിനെ യുദ്ധത്തിലേക്ക് നയിക്കുകയായിരുന്നു കൂർമ്മബുദ്ധിക്കാരനായ നെതന്യാഹു. പക്ഷേ ഇറാനോട് കളിച്ചപ്പോൾ തൊട്ടതെല്ലാം പിഴയ്ക്കുക മാത്രമല്ല, തിരിച്ചടി ശക്തമായി കിട്ടുകയും ചെയ്തു. മാത്രമല്ല, അമേരിക്ക പോലും നെതന്യാഹുവിനെ തള്ളിക്കളയുന്ന അവസ്ഥ വന്നു. വെടിനിർത്തൽ കരാറിന് ശേഷം നെതന്യാഹുവിനെതിരെ ജനരോഷം ഉണ്ടാകുമെന്ന് ഉറപ്പായപ്പോൾ നെതന്യാഹു വെടിനിർത്തൽ കരാർ റദ്ദാക്കിക്കൊണ്ട് ഇറാനിലേക്ക് വീണ്ടും ആക്രമണം നടത്താൻ മുതിർന്നു. പക്ഷേ ട്രംപ് നെതന്യാഹുവിനെ വിലക്കുകയും ഇസ്രായേലിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു.
ട്രംപിൻ്റെ ഇടപെടൽ കാരണം നെതന്യാഹുവിന് അങ്ങനെ ഒരു മുഖം രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആകെ മൊത്തം നെതന്യാഹു അങ്കലാപ്പിലായി നിൽക്കുകയാണ്. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പ് അപകടത്തിലായിരിക്കുന്നു. യുദ്ധത്തിൽ വിജയിച്ചു എന്നൊക്കെ നെതന്യാഹു പറയുന്നുണ്ടെങ്കിലും പരാജയപ്പെട്ടു എന്നത് എല്ലാവർക്കും അറിയാം. നമ്മളെ ഇവിടുത്തെ മലയാള മാധ്യമങ്ങൾ, സംഘപരിവാർ മാധ്യമങ്ങൾ പോലും ഇപ്പോൾ പറഞ്ഞു തുടങ്ങി, പൊളിറ്റിക്സ് കേരള പറഞ്ഞത് ഇസ്രായേൽ പരാജയപ്പെട്ടുവെന്ന്. പ്രത്യേകിച്ചും സംഘപരിവാറിൻ്റെ മുഖ ഓൺലൈൻ മാധ്യമമായ മറുനാടൻ മലയാളി ഇസ്രായേലിന് അനുകൂലമായി, അമേരിക്കയ്ക്ക് അനുകൂലമായി വാർത്തകൾ പടച്ചുവിട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ തന്നെ പറഞ്ഞു തുടങ്ങി, അമേരിക്കയും ഇസ്രായേലും നാണം കെട്ടുവെന്ന് അവർ തന്നെ വാർത്തകൾ വിട്ടു തുടങ്ങി. പൊളിറ്റിക്സ് കേരള കൃത്യമായി ഇസ്രായേലിന് സംഭവിക്കുന്ന തിരിച്ചടികൾ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിരുന്ന് സംഘികൾ ഓരിയിട്ടു. കുറച്ച് കൃസംഘികൾ എന്നെ തെറി വിളിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് പിന്നീട് തെളിഞ്ഞപ്പോൾ അവരൊക്കെ മുങ്ങിപ്പോയി. മുങ്ങിയിരിക്കുകയാണ്. എന്തായാലും നെതന്യാഹുവിൻ്റെ അവസ്ഥ അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് ഇപ്പോൾ ഞാൻ പറയുമ്പോൾ കുറേ പേർ പറയും അദ്ദേഹത്തിനൊരു ചുക്കുമില്ല, നെതന്യാഹു വീരനാണ്, ധീരനാണ് എന്നൊക്കെ. അദ്ദേഹം വീരനുമല്ല, ധീരനുമല്ല, അഴിമതി വീരനാണ് എന്ന് പറയുന്നതാകും ശരി. എന്തായാലും ഇസ്രായേലിൽ ഭരണമാറ്റം ഉണ്ടാകുമോ? അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇറാനിൽ ഖൊമൈനിയെ വധിച്ച് ഭരണമാറ്റം ആഗ്രഹിച്ച നെതന്യാഹു ഇപ്പോൾ ഇസ്രായേലിൽ നിലനിൽക്കാൻ പാടുപെടുന്നു. ഇതാണ് വിധിയുടെ വിരോധാഭാസം, ഇതാണ് വിധിയുടെ തിരിച്ചടി. നിലനിൽക്കാൻ പാടുപെടുന്നു നെതന്യാഹു. ഖൊമൈനിയെ വധിച്ച് ഭരണമാറ്റം, അതായിരുന്നു ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഖൊമൈനിയെ വധിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇറാൻ സൈന്യം ഗർജിച്ചു. ഇറാൻ സൈന്യം ഗർജിക്കുന്ന സിംഹങ്ങളായി മാറി. അവർക്ക് മുമ്പിൽ ഇസ്രായേലും അമേരിക്കയും തോറ്റമ്പി. ഇപ്പോൾ ഖൊമൈനിയെ വധിച്ച് ഇസ്രായേലിൽ ഭരണമാറ്റം നടത്താൻ ആഗ്രഹിച്ച നെതന്യാഹു ജനരോഷം ഭയന്ന് ഓടി ഒളിക്കുന്ന ഒരവസ്ഥ. ഇസ്രായേലി മാധ്യമങ്ങൾ നെതന്യാഹുവിനെ വിമർശിച്ച് തുടങ്ങിയിരിക്കുന്നു. യുദ്ധത്തിൽ ഇസ്രായേൽ തോറ്റെന്ന് എഴുതേണ്ട അവസ്ഥ ഇസ്രായേലി മാധ്യമങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നു. അമേരിക്കയും ആകെ മൊത്തം അങ്കലാപ്പിൽ. അമേരിക്ക ഇറങ്ങിയിട്ടും ഇസ്രായേലിന് ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചില്ല. ട്രംപിന് നേർക്ക് എതിരാളികൾ രൂക്ഷമായ ആക്രമണം അഴിച്ചുവിടും എന്നുള്ളത് ഉറപ്പാണ്. എന്തിനാണ് ഇറാനെ ആക്രമിക്കാൻ പോയത് എന്ന ചോദ്യത്തിന് ട്രംപിന് പാർലമെൻറ്റിൽ ഉത്തരം പറയേണ്ടി വരും. എന്തായാലും ആകെ മൊത്തം നാണം കിട്ടിയിരിക്കുന്നു അമേരിക്കയും ഇസ്രായേലും. അതിലൊക്കെ ഉപരിയാണ് നെതന്യാഹുവിൻ്റെ നില. ട്രംപ് പോലും, ഉറ്റ തോഴനായ ട്രംപ് പോലും കൈവിട്ടിരിക്കുന്നു നെതന്യാഹുവിനെ. നെതന്യാഹു എന്ന യുദ്ധവറിയൻ, നെതന്യാഹു എന്ന രക്തദാഹി, അയാളുടെ യുഗം അവസാനിക്കുകയാണ് ഇസ്രായേലിൽ.